ഹായ്, മോർണിംഗ് സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നിസ്സാര കാര്യങ്ങൾക്കായി വാശി പിടിച്ച് അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് എന്നതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോറി. ഒരിക്കൽ ഒരിടത്ത് ഒരു വ്യാപാരിക്ക് 4 മക്കളുണ്ടായിരുന്നു. വളരെയധികം സന്തോഷത്തോടും ഐക്യത്തോടും ആണ് അവർ ജീവിച്ചു പോന്നിരുന്നത്. എന്നാൽ വ്യാപാരിയുടെ മരണശേഷം സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിൽ അവർ തമ്മിൽ തർക്കത്തിലായി. അവസാനം സ്വത്ത് വീതം വയ്ക്കുന്നതിൽ അവർ തമ്മിൽ ഒരു ധാരണയിലെത്തിയെങ്കിലും വീട്ടിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിന്റെ കാര്യത്തിൽ മാത്രം അവർക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചില്ല. അവസാനം ആ പൂച്ചയെ 4 പേർക്കുമായി എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു. പൂച്ചയുടെ ഓരോ കാലിന്റെയും ഉടമസ്ഥാവകാശം ഓരോരുത്തർക്കായി വീതിച്ചു. ഒരിക്കൽ ആ പൂച്ച വീണു. ആ പൂച്ചയുടെ ഒരു കാല് ഒടിഞ്ഞു. മൂത്ത സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള കാലായിരുന്നു ഒടിഞ്ഞത്. അയാൾ ആ പൂച്ചയുടെ കാലിൽ കുഴമ്പ് പുരട്ടുകയും ഒപ്പം തന്നെ തുണി കൊണ്ട് തുന്നിക്കെട്ടി വെക്കുകയും ചെയ്തു. ആ പൂച്ച മുടന്തി ആ വീടിന്റെ അടുപ്പിന്റെ അടുത്ത് പോയിരുന്നു. പെട്ടെന്നാണ് ആ പൂച്ചയുടെ കാലിൽ, തുണി കെട്ടിയ ആ കാലിൽ തീ ആളിപ്പടർന്നത്. തീ പിടിച്ച ആ കാലുമായി പൂച്ച പരിഭ്രമത്തോടെ വീടിനകത്തേക്ക് ഓടി. വീടും സ്വത്ത് വകകളും കത്തി നശിച്ചു. സഹോദരന്മാർ 4 പേരും ഒത്തുകൂടി പ്രശ്നം ചർച്ച ചെയ്തു. ഇളയ 3 സഹോദരന്മാർ പറഞ്ഞു, ചേട്ടന്റെ ഉടമസ്ഥതയിലുള്ള കാലിനാണ് തീ പിടിച്ചത്. അതുമാത്രമല്ല, ഇവിടെ അഗ്നി പടരാൻ കാരണവും അതുതന്നെയാണ്. ഞങ്ങൾക്ക് അതിനു വേണ്ട നഷ്ടപരിഹാരം തരണം. ഇത് മൂത്ത സഹോദരൻ അംഗീകരിച്ചില്ല. തർക്കം ന്യായാധിപന്റെ അടുത്തുമെത്തി. ന്യായാധിപൻ എല്ലാം ശ്രദ്ധിച്ചു കേട്ടതിനു ശേഷം പറഞ്ഞു, മൂത്ത സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള കാലിനാണ് തീ പിടിച്ചതെങ്കിലും മറ്റ് 3 കാലുകൾ ഉപയോഗിച്ചാണ് ആ വീടാകെ തീ ആളിപ്പടരാൻ കാരണമായത്. അതുകൊണ്ട് നഷ്ടപരിഹാരം നിങ്ങൾ 3 പേരും ചേർന്ന് മൂത്ത സഹോദരന് കൊടുക്കണം എന്നാണ് ന്യായാധിപൻ വിധിച്ചത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറുന്നതും മറ്റുള്ളവരെ പഴിചാരാൻ ശ്രമിക്കുന്നതും വിപരീത ഫലം ഉണ്ടാക്കും എന്നാണ് നമ്മെ ഈ കഥ പഠിപ്പിക്കുന്നത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നത് വലിയ പ്രയാസങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും ഒരു പുതിയ കഥയുമായി കാണാം. ഓക്കെ, ബൈ.